Happy New Year, everyone. This is the very first episode of 2025, and that's with the amazing content creator, Gokul Raj, RJ VJ Gokul Raj. Welcome to Thank you. welcome to Narrations with Meera Nair. Like, Gokul nirtha namukku aadyam mudale samsarikkum, we'll never feel like നമ്മളിത് ആദ്യമായിട്ടാണ് സംസാരിക്കുന്ന ഈ വ്യക്തിയുടെ അടുത്ത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ഇവിടെ വന്ന് മീരയോട് ചെല്ലാൻ ശേഷം എനിക്ക് തോന്നിയിട്ടില്ല ലൈക്ക് വി ആർ ടോക്കിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ലൈക്ക് ആ ഒരു ഫസ്റ്റ് മിനിറ്റ് ഒരു റാപ്പ് ഉണ്ടല്ലോ, അത് എനിക്ക് സത്യം പറഞ്ഞാൽ ലൈക്ക് എനിക്കിത് ഞാൻ വൺ ഓഫ് ദ ഫസ്റ്റ് ഇതിൽ വരുന്ന ഒരു വ്യക്തി, എൻ്റെ ഗസ്റ്റും കൂടെയാണ് ഗോകുൽ. സോ ഗോകുലിനെ എവറിബഡി ലൈക്ക് ഈച്ച് ആൻഡ് എവറി മലയാളീസ് knows him, I mean love him as a adu irrespective of gender, I'm telling you guys, I mean you can relate to me like me what I'm saying, because that means so much. I mean Gokul എല്ലാവരും അത് പൊതുവേ ഇപ്പം ഒരു മെയിൽ കോണ്ടന്റ് ക്രിയേറ്റർ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഗേൾസ് ആയിരിക്കും ഫോളോവേഴ്സ് വരുന്നത് അങ്ങനെ. പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരിൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് അല്ലെങ്കിൽ ഗേൾസ് ബോയ്സ് എവറിബഡി അത് ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടവരും ഫാനാണ് ഗോകുൽ. Thank you so much. Really love your content. First of all, thank you so much for having me ഇവിടെ. And when you called me and then ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും really impressed, കാരണം you're starting something like this for a person like you, ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങാന്ന് പറയുന്നത്. And I'm really honored to be here. സത്യം പറഞ്ഞാൽ I'm really happy to be here. And മീര പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാം എന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ അല്ല. കാരണം ഐ ബിലീവ് ദാറ്റ് കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും. ആൻഡ് ദെൻ ഈ പറയുന്ന പോലെ ഐ ബിലീവ് ദാറ്റ് ആർ മൈ ഓഡിയൻസ്, എൻ്റെ സ്വന്തം ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സെറ്റ് ആൾക്കാരാണ്. ആൻഡ് ദെൻ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും ദേ സീ മീ ആസ് എ ബോയ് നെക്സ്റ്റ് ഡോർ. നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യൻ പറയുന്ന പോലെ അവരത് കാണുള്ളൂ. ഇപ്പം ഞാനൊരു സ്റ്റോറിയിൽ ഇടുമ്പോൾ പോലും ആൾക്കാർക്ക് അതിൽ ഞാനൊരു സീരിയസ് ആയിട്ടൊരു സ്റ്റോറി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സ്റ്റോറി റിപ്ലൈ ആയിട്ട് വരുന്നത് ഇവൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ, അവൻ എന്താ ഗൂഗിൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു റിപ്ലൈ വരും. ദാറ്റ്സ് റിയലി ക്യൂട്ട് ആൻഡ് ഐ റിയലി ഹാപ്പി ദാറ്റ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഇങ്ങനത്തെ ഒരു ഓഡിയൻസ് എനിക്ക് ഉള്ളത്. And I'm really happy to be here with you. Even I'm so happy. I mean, it's thrilled to have you on my show, because I know your schedule, how it looks like and everything, and that too when you're a content creator, not just for your particular channel but for something else as well. It's not easy at all. And then you coming here, illa meera varam njan ee divasam undu to I am ready to come. I'm so thank you so much. So ellam kondum thank you so much. Hello, പക്ഷേ looking at this, ഇപ്പം what you're doing right now, ഇത് തന്നെയാണ് ലൈക്ക് എവറി കോണ്ടന്റ് ക്രിയേറ്റർ വാണ്ട്സ് ദിസ് ടു ഹാപ്പൻ. ഇപ്പം യു പെർസൂയിങ് മീ ടു ഡു ദിസ്, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യണം ഗൂഗിളിൽ, നമുക്ക് അത് ചെയ്യണം. ഞാനും ഇപ്പോൾ വേറൊരു ക്രിയേറ്ററിനെ ഞാൻ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. എടാ നമുക്കൊരു കൊളാബ് ചെയ്യണം, നമുക്കൊരു സാധനം സെറ്റ് ചെയ്യണം, നമുക്ക് ഇതാണ്. അപ്പം ദിസ് ഇസ് വാട്ട് എവറിബഡി ഡസ്, ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് വിത്ത് യുവർ ഫുൾ പാഷൻ, ആൻഡ് ദെൻ ദിസ് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ. എക്സാക്ട്ലി. അപ്പോൾ ഓൺ ദാറ്റ് നോട്ടിൽ ഗോകുൽ രാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഇൻസ്റ്റഗ്രാം പേര് അറിയാവുന്നവർക്കറിയാം, RJ VJ എന്നുള്ളതാണ് അല്ലേ? ആ RJ VJ ആ ഒരു ഫേസ് എങ്ങനെ അതിലോട്ട് വന്നു? ആ ഒരു പാഷൻ എങ്ങനെയാണ്? എനിക്ക് എൻ്റെ ഫേസ്, എൻ്റെ ഫീൽഡ് ഇതാണ് എന്ന് കണ്ടെത്തിയത് എങ്ങനെയാണ്? ഞാൻ പഠിച്ചതൊക്കെ ബിടെക് ആണ്. ആൻഡ് ദെൻ പഠിച്ച സമയത്ത് ഞാൻ ഒരു തേർഡ് ഇയർ ആയിരുന്നപ്പോഴത്തേക്ക് കോളേജിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. റേഡിയോ എന്ന് പറഞ്ഞൊരു ഫീൽഡിൻ്റെ ഐഡിയ എനിക്കില്ലായിരുന്നു, അങ്ങനെ ഒന്നും മനസ്സിലായിരുന്നു. പക്ഷേ തേർഡ് ഇയർ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഒരു RJ ഹണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം വേറൊരു കോളേജിൽ ഫെസ്റ്റിന് ഞാൻ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഐ യൂസ് ടു ലൈക്ക് ഇതുപോലെ ഡിബേറ്റ് കോമ്പറ്റീഷൻസ് അങ്ങനെ ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ RJ ഹണ്ടൊക്കെ എന്താണെന്ന് എനിക്കൊരു പിടി പോലും ഇല്ലായിരുന്നു. അപ്പോൾ വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഫെസ്റ്റിവലിൽ പോയപ്പോഴത്തേക്ക് കയറി മത്സരിച്ച് നോക്കിയതാണ്. ആൻഡ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അവരുടെ സമ്മാനം എന്ന് പറയുന്ന ആ കോമ്പറ്റീഷൻ ജയിക്കുന്ന ആൾക്കാർക്ക് they will give a post as an RJ. Futurely you can they'll give you a job as an RJ. അപ്പം ഞാൻ മത്സരിച്ചു and I won, and then ഞാൻ വിചാരിച്ചു that's it, കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചു. പക്ഷേ നെക്സ്റ്റ് ഡേ I got a call from them. They said you can join, നമുക്ക് ട്രെയിനിങ് ആയിട്ട് ജോയിൻ ചെയ്യാം. അത് കൊച്ചിയിൽ റേഡിയോ മിർച്ചിയിലായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ദേ സെഡ് വന്ന് ജോലി, ഞാൻ തേർഡ് ഇയർ പഠിക്കാം കേട്ടോ. അപ്പോൾ ജോലിയാന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി എങ്ങനെ അത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇതാണ് ജോലി, നമുക്ക് ട്രെയിനിങ് ആയിട്ടൊരു 3 മാസം വർക്ക് ചെയ്യേണ്ടി വരും, അങ്ങനെയാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കാല് തല്ലി പിടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും പഠിക്കുന്നത് പഠിത്തം നിർത്തി ഒന്നിനും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദേ സെഡ് കുഴപ്പമില്ല ഗോകുലെ, പഠിച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിലെന്താ, ഇവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ജോബൊക്കെ വെച്ചേക്കും ഞാൻ പഠിച്ചിറങ്ങുന്നവരെ എന്നൊക്കെ ആയിരുന്നു. ഞാൻ പഠിച്ചിറങ്ങിയുണ്ട്. ഞാൻ അടുത്ത കൊല്ലം ഞാൻ കൊച്ചി വന്നിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ എപ്പോഴേ തീർന്നു പോലെ, ഇനിയിപ്പോൾ അപ്പോൾ സ്വാഭാവികം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ദേ വോണ്ട് വെയിറ്റ് ഫോർ മീ, ഞാനിപ്പോൾ ആരാ. അപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഓഡിഷൻസ് കൊടുത്തു തുടങ്ങി റേഡിയോയ്ക്ക് വേണ്ടി. ആൻഡ് ഐ കെപ്റ്റ് ഓൺ ഗിവിങ് ഓഡിഷൻസ് ഫോർ ലൈക്ക് ഓൾമോസ്റ്റ് 2.5-3 years. ഞാൻ 3 വർഷം ഓഡിഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് റേഡിയോയ്ക്ക് മാത്രം, നോട്ട് ഈവൻ TV.
ഞാൻ റേഡിയോയ്ക്ക് മാത്രം, അത് ഒരുപാട് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുള്ള ഒരുപാട് റേഡിയോസിൽ മിർച്ചി ആയിക്കോട്ടെ, ക്ലബ് ആയിക്കോട്ടെ, റെഡ് ആയിക്കോട്ടെ, മാംഗോ ആയിക്കോട്ടെ, എല്ലാത്തിനും ഐ കെപ്റ്റ് ഓൺ ഗിവിങ് ഇൻ്റർവ്യൂസ് ആൻഡ് ഐ കെപ്റ്റ് ഓൺ ഗിവിങ് ഓഡിഷൻസ്. ആൻഡ് ഒരു തവണ ലാസ്റ്റ് ഒരു പോയിന്റ് എത്തി വേറെ ഐ തോട്ട് ഇനി ഇത് നിർത്താം, ഇനി ഓഡിഷൻസ്, കാരണം 3 കൊല്ലം എന്തോ ആവാറായി, ഇനി എങ്ങനെ ജോലിക്ക് പോയില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇടിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ലാസ്റ്റ് ഓഡിഷൻ കൂടെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ മാതൃഭൂമി ക്ലബ് എഫ് എമ്മിൽ ഓഡിഷന് പോയി. അറിഞ്ഞൂടാ നിമിത്തമാണോ ഓർ ദിസ് ഷുഡ് ഹാപ്പൻ, ഇത് നടക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് അറിഞ്ഞൂടാ. പക്ഷേ അതിലെനിക്ക് റേഡിയോ ജോക്കി ആയിട്ട് കിട്ടി. ഐ ഗോട്ട് ദ ജോബ് ആസ് എൻ RJ. ഞാൻ ട്രിവാൻഡ്രത്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഐ ലേറ്റർ ഓൺ എൻ്റെ ഫസ്റ്റ് ഞാൻ ഓൺ എയർ പോയത് കോഴിക്കോടായിരുന്നു. അവരുടെ കോഴിക്കോടിൻ്റെ ഫസ്റ്റ് ക്ലബ് FM ഞാനായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ കൂടെ ടീമിൽ. So that's like soon after BTech you decide that I'm not going to be an engineer. അയ്യോ ഇല്ല, I didn't want to be an engineer in the first place. ഞാൻ എഞ്ചിനീയർ ആവണം എന്ന് വിചാരിച്ചിരുന്ന ആളെ അല്ല. വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമായിരുന്നു. കാരണം ആ സമയത്തൊക്കെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ സെറ്റാണ്. ബിടെക് അല്ലേ, എന്താ ബുദ്ധിമുട്ട്, പഠിച്ചിറങ്ങുന്നു, ജോലി കിട്ടുന്നു, സെറ്റ്. പക്ഷെ അവർക്കറിയില്ലല്ലോ, നമുക്ക് 10-32 സപ്ലൈ ഉള്ളായിരുന്നു, അവർക്കറിയില്ലല്ലോ. അപ്പോൾ അറിയാം അതൊക്കെ കഴിഞ്ഞു. പക്ഷേ കാരണം ആ സമയത്ത് ഞാൻ കലോത്സവത്തിന് മത്സരിക്കുമായിരുന്നു, യൂത്ത് ഫെസ്റ്റിവലിന് മത്സരിക്കുമായിരുന്നു. അപ്പം യൂത്ത് ഫെസ്റ്റിവലിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഇവന്റിന് യു ഗെറ്റ് 32 ഗ്രേസ് മാർക്സ്. അപ്പം ഞാൻ സപ്ലൈ ഉള്ള പേപ്പേഴ്സൊക്കെ ഗ്രേസ് മാർക്സ് വെച്ച് ഞാൻ കയറ്റി, അങ്ങനെ ഞാൻ പാസ്സാക്കി എടുത്തു. ആ സമയത്ത് എൻ്റെ അച്ഛനോട് പറഞ്ഞത്, നിന്റെ ഈ സാധനം കാരണം ഒരു ഉപയോഗം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് എൻ്റെ RJ ജീവിതം തുടങ്ങുന്നതിൻ്റെ ഒരു സംഭവം. And then I worked with മാതൃഭൂമി ക്ലബ് FM for almost 4.5-5 years. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഫ്രം സൂര്യ TV. സൂര്യ TVയിൽ VJ ആയിട്ട്, എനിക്ക് VJ ആയിട്ടും സീനിയർ പ്രൊഡ്യൂസർ ആയിട്ടും. മീരയ്ക്ക് അറിയായിരിക്കും, പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്ക് പൈസ മുടക്കി ചെയ്ത ആളല്ല. അതെ, ഇപ്പോഴെന്നോട് ചോദിക്കട്ടോ, ഗൂഗിളിൽ അത്രയും പൈസ കൊണ്ട് TV ഒരു ഷോ ഒക്കെ ചെയ്യാൻ. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് വളരെ കോണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരാണ്, മീരയ്ക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ സൂര്യയിൽ സീനിയർ VJ സീനിയർ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ജോലി ചെയ്തു, ഇവിടെ ജോയിൻ ചെയ്തു കൊച്ചിയിൽ. ആൻഡ് ഐ വർക്ക് വിത്ത് സൂര്യ TV for 1 year. ലേറ്റർ ഓൺ ആണ് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഈറ്റ് കൊച്ചി ടീമിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഐ വാണ്ടഡ് ടു ജോയിൻ. ഞാൻ റേഡിയോ TV ദെൻ ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഫോർ ഓൺലൈൻ. എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണം എന്നായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഐ ഫൗണ്ട് ഔട്ട് അബൌട്ട് ദം. ആൻഡ് ദെൻ കാർത്തിക് ആണ് ഫൗണ്ടർ. കാർത്തിക് അപ്രോച്ച് മീ ആൻഡ് ഹി ടോൾഡ് മീ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ദേ വർക്കിംഗ് വിത്ത് നെറ്റ്ഫ്ലിക്സ് ഓൾസോ ഫോർ എ ഡോക്യുമെൻ്ററി സംഭവം. അപ്പോൾ അതൊക്കെ നടക്കുന്നതുകൊണ്ട് ഐ തോട്ട് ഐ ഷുഡ് വർക്ക് വിത്ത് ദിസ് ടീം. കാരണം ഒരു ചെറിയ ടീമാണെങ്കിലും ദേ ഹാവ് ലൈക്ക് ആ ഒരു ബിഗർ കണക്ഷൻ ഇൻ കൊച്ചി, ദേ ആർ ഡൂയിങ് സംതിങ് ന്യൂ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ആവാൻ പറ്റുന്നത് ഐ ബിലീവ് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഫോർ മീ ഓൾസോ. ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആക്ച്വലി. അതാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ RJ എന്ന് പറയുന്ന ഒരു ഫേസ് ആയിരുന്നു കുറേ കാലവും നിന്നിരുന്നൊരു സംഭവം. കാരണം എസ്പെഷ്യലി RJs എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ റിയൽ നിങ്ങളുടെ ഐഡന്റിറ്റിയെ പുറത്ത് പബ്ലിക്കലി കൊടുക്കാണ്ട്, പബ്ലിക്കിൽ ഉണ്ടാണ്ട് നിങ്ങൾക്ക് വേറൊരു നെയിം തരും, പെൻ നെയിം പോലെ തരും. ഇപ്പം RJ സാറാന്നൊക്കെ അറിയുന്ന പോലെ ഒരു പേര് കൊടുക്കുന്നു, ഇത് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലത്തെ സംഭവം നിങ്ങളെ പബ്ലിക്കലി അറിയാതെ പക്ഷെ നിങ്ങളുടെ ശബ്ദത്തെയും കോണ്ടന്റിനെയും ഇഷ്ടപ്പെട്ട് ഇതിലോട്ട് വരുന്ന ഒരു സംഭവം. അതൊരു ബിഗിനിങ് ഒരു ഫേസ് ആയിരുന്നു ഡിജിറ്റലൈസ്, അങ്ങനത്തെ കുറേ സംഭവം, ഒരു പുതിയൊരു ഐഡിയയുടെ. അപ്പം അതിൽ നിന്ന് ആൻഡ് കുറേയേറെ ആൾക്കാരും അതിലോട്ട് ഇപ്പം ഇൻക്ലൂഡിങ് ഗേൾ ആൻഡ് മെൻ ആൻഡ് വിമൻ അതിലോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം ഓക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ലൈം ലൈറ്റ് സംഭവം ജോലി ചെയ്യുന്നെങ്കിൽ RJ എന്ന് പറഞ്ഞാൽ ഫാൻസി ജോബൊക്കെ ചെയ്യുന്നെങ്കിലും ഞാൻ അധികം ഞാൻ പുറത്ത് വരുന്നില്ല, അല്ല എൻ്റെ ക്യാരക്ടറാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സേഫ് സ്പേസിൽ നിന്നുകൊണ്ടാണ് ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കമ്മിങ് ടു VJ അതല്ല, നിങ്ങളുടെ ടാലന്റിനെയാണ് അവിടെ ഫ്ലിപ്പ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളുടെ ടാലന്റ് ആസ് ദാറ്റ് ഇൻഡിവിജ്വൽ, വാട്ട്സ് യുവർ ടാലന്റ്, ഗിവ് ദാറ്റ് ദേ ഫുൾ ഓൺ. അങ്ങനെ അപ്പം അത് വരുമ്പോഴത്തേക്കും പെട്ടെന്നൊരു VJ ആയപ്പോഴത്തേക്കും ഗൂഗിൾ ആസ് എ പേഴ്സൺ ഉണ്ടായൊരു ഗൂഗിൾ പെട്ടെന്ന് വിചാരിച്ചെന്താ ശരിക്കും ഞാനത് ചെയ്യണോ, അതോ ഞാൻ വിചാരിച്ച എൻ്റെ ഒരു ഫേസ് റെക്കഗ്നീഷൻ ആണ് ഇനി എനിക്ക് അടുത്തത് വേണ്ടത്. എങ്ങനെയാണത് അവിടെ ഗൂഗിൾ എന്താ തീരുമാനിച്ചത് അവിടെ അങ്ങനെ ഒരു VJ ആയിട്ട് ജോലി എടുക്കാനായിട്ട്? ഇതിലിപ്പം ഒന്നാമത്തെ കാര്യം ഇപ്പം മീര പറഞ്ഞത് എനിക്കില്ലായിരുന്നു. അതായത് ഐ ഡിഡ്ന്റ് ഹാവ് ഒരു ഓണർ നെയിം എനിക്കില്ലായിരുന്നു. എൻ്റെ ഓണർ നെയിമും ഗൂഗിൾ തന്നെയായിരുന്നു. അതെ. ആൻഡ് ദെൻ നമ്മുടെ കൂടെ കോഴിക്കോടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ മിക്ക ആൾക്കാരും ദേ പ്രിഫർ ദെയർ ഓൺ നെയിം. ഇപ്പം അങ്ങനെ RJs ആയിട്ട് കയറുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ടു ചൂസ് അനദർ നെയിം എന്നുള്ള സാധനം അവർക്കില്ല. ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദെയർ നെയിം ഐ ഗെസ് സോ. ആൻഡ് നമ്മുടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അവരുടെ പേര് തന്നെ ആയിരുന്നു. അത് സംഭവം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മീര പറഞ്ഞ ഈ പോയിന്റ് ഉള്ളതാണ്. നമ്മുടെ ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ് പുറത്ത്. കാരണം ഇയാളാണ് RJ ഗൂഗിൾ അല്ലെങ്കിൽ ഇയാളാണ് ഇതെന്നുള്ളത് റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അത് വളരെ കുറവായിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷേ ഞാൻ TV യിലോട്ട് കയറിയ സമയത്ത് ആ എക്സ്പോഷർ വളരെ കൂടുതലായിരുന്നു. അതായത്
ഇറ്റ് വെൻ ഫ്രം ഒരു 5% ടു ഒരു 50% ഒറ്റയടിക്ക് ഭൂമെന്നും പറഞ്ഞൊരു ഗേറ്റ് ആയിരുന്നു. അതെ അതെ, പെട്ടെന്ന് ആൾക്കാർ കാണുമ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഞാൻ ടി വിയിൽ ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിളിച്ചിട്ട് ബ്രോ നിങ്ങളുടെ സൗണ്ട് മാത്രമേ റേഡിയോയിൽ കേട്ടിരുന്നുള്ളൂ, ഇപ്പം നിങ്ങൾ ടി വി കാണാൻ പറ്റുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് വിളിച്ച ഒരുപാട് പേരുമുണ്ട്. സോ വാട്ട് ഐ ഫെൽറ്റ് ഇസ് ഇപ്പം റേഡിയോ ഒന്ന് ടി വിയിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ വലിയൊരു ഗുണം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതാ ആൾക്കാരെ എൻ്റർടൈൻഡ് ആയിട്ടിരിക്കുന്നതിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി എന്നാണ് വാട്ട് ഐ ഫീൽ. അതായത് വി ജസ്റ്റ് ഹാവ് ടു തിങ്ക് അബൌട്ട് ആ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്. അതായത് ആൾക്കാർ വിളിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയുണ്ട്, സുഖമാണോ, അതാണോ ഇതാണോ, പിന്നെ എന്തൊക്കെയുണ്ട് മറ്റേത് മറിച്ച്, അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അവർ കൂടുതലും കൊടുക്കുന്നത്. പക്ഷേ റേഡിയോയിൽ ഐ ബിലീവ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫ് എന്തൊക്കെ നടക്കുന്നു കാരണം വി ആർ ഡൂയിങ് എ ഡെയിലി ഷോ. ആൾക്കാരത് കാറിലോ അല്ലെങ്കിൽ വീട്ടിലോ ഇരുന്ന് കേൾക്കുന്ന ഒരു സംഭവമാണ്. ടി വിയിൽ അത്ര കുറച്ചൊരു കമേഴ്ഷ്യലൈസ്ഡ് ആയതുകൊണ്ട് ടി വിയിൽ ഐ ബിലീവ് നമ്മൾ കൊടുക്കുന്ന സാധനം എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് മാത്രം കൊടുത്താൽ മതി. വി ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആ ഷോ വിച്ച് ഐ യൂസ് ടു ഡു അതിനകത്ത് ഒരു കോളിൻ ഷോ ആയിരുന്നു. ഐ ജസ്റ്റ് ഹാവ് ടു കേറ്റർ പീപ്പിൾ വിത്ത് ഒരു ചിരി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇൻ റേഡിയോ എനിക്ക് ഡെയിലി ബേസിസ് നടക്കുന്ന കാര്യങ്ങൾ അറിയണമായിരുന്നു. ടു പ്രസൻറ്റ് എ ഷോ ആസ് സച്ച് അതിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ വേറൊരു കാര്യം, റേഡിയോയിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഷോർട്ട്സ് ഇട്ടുകൊണ്ട് പോയി എനിക്ക് വേണമെങ്കിൽ ഷോ ചെയ്യാം. എനിക്ക് പനിയാണെങ്കിലും എൻ്റെ രൂപ ഒരു കുഴപ്പമില്ല. പക്ഷെ ടി വിയിൽ വന്നപ്പോഴത്തേക്ക് എവറി ഡേ ഐ എം കൺസേൺഡ് അബൌട്ട് ഹൗ ഐ ലുക്ക്, എങ്ങനെയാണ് ഞാൻ ക്യാരി ചെയ്യണത്, ടി വിയിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ മുഖം ഓക്കെയാണോ, ഡാർക്ക് സർക്കിൾസ് ഉണ്ടോ. എനിക്ക് ഒരു ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചീത്ത കിട്ടിയിട്ടുണ്ട്, ഡാർക്ക് സർക്കിൾസ് എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാനിത് മീരയ്ക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, യു മൈറ്റ് ബി അവെയർ ഓഫ് ഇറ്റ്. അപ്പം അതൊരു വലിയൊരു സംഭവമായിരുന്നു. ആൻഡ് ദെൻ റേഡിയോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൺ എയർ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല, ഇറ്റ്സ് ജസ്റ്റ് ആൻഡ് ദ മൈക്ക്. പക്ഷേ ടി വിയിൽ ഓൺ എയർ നിൽക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ 3 ക്യാമറ ഉണ്ട്, ബാക്കിൽ 3 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെ നടുക്ക് നിന്ന് ഷോ ചെയ്യാമെന്ന് പറയുന്നതും ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. അപ്പം അതും എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ സത്യം ഭയങ്കരമായിട്ടും. ഒരു തവണ സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഒരു തവണ ടി വിയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ പാട്ട് കയറിപ്പോയി. ഐ സെഡ് ഓക്കെ വിൽ മീറ്റ് ആഫ്റ്റർ ദ സോങ് എന്ന് പറഞ്ഞ് കയറിപ്പോയി. അപ്പോൾ വാട്ട് ഐ ഡു ഇസ്, ഞാൻ യൂഷ്വലി എൻ്റെ ഒരു ചീപ്പ് ഉണ്ടായിരിക്കും, എപ്പോഴും ചീപ്പ് ഉണ്ടായിരിക്കും, ഞാനത് ബാക്കി വെച്ചേക്കും. അപ്പോൾ ഇത് പാട്ട് കയറിപ്പോയതിന് ശേഷം ഞാൻ അങ്ങ് തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ ചീകും. അപ്പോൾ പാട്ട് കയറിപ്പോയി, പക്ഷേ ഫ്രെയിം കട്ടായില്ല. ഫ്രെയിം ഇപ്പോഴും ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങ് തിരിഞ്ഞങ്ങ് നിന്ന് നൈസായിട്ട്, എന്നിട്ട് കുരിഞ്ഞിട്ട് ഞാൻ ചീകൊണ്ടിരിക്കുക. അപ്പോൾ പ്രൊഡ്യൂസറുണ്ട്, കൂടെ തിരിയല്ലേ. ഒരു 5 സെക്കൻഡ് എൻ്റെ ബാക്ക് വശമാണ് നാഷണൽ ടെലിവിഷനിൽ സൂര്യയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അത് ഞാൻ ഇപ്പോഴും ഇറ്റ് ഹാപ്പൻസ് ഗൈസ്. ഐ മീൻ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇറ്റ് ഹാപ്പൻസ്. ആൻഡ് ഐ മീൻ അപ്പോൾ അതൊരു ചാലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ച്, അങ്ങനെ ഒരു സംഭവം. പിന്നെ ഞാൻ പഠിച്ചു ദാറ്റ് കട്ട് പറഞ്ഞാലും അത് പോയി കഴിഞ്ഞാലും പിന്നെ കുറച്ച് നേരം നമ്മൾ നിന്നിട്ട് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് മാത്രം പഠിച്ചു. സോ ദാറ്റ് വാസ് ദെയർ. അതായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കൂടുതലും ഗോകുൽ വെർ ഏബിൾ ടു എൻജോയ് ദാറ്റ് പ്രോസസ് ഫ്രം RJ to VJ എന്നുള്ളൊരു സംഭവം. അതും കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന സംഭവം വന്നത്. അതായത് ഇപ്പം കോണ്ടന്റ് ക്രിയേഷൻ ആദ്യം ഗൂഗിളിൻ്റെ തന്നെ ഒരു ചാനലിലോട്ട്, ഇൻസ്റ്റഗ്രാം ചാനലിലോട്ട് ചെയ്തു തുടങ്ങി. അപ്പം അത് വാട്ട് ആക്ച്വലി ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് ഓർ ടു ബി എ കോണ്ടന്റ് ക്രിയേറ്റർ? ടു ബി റിയലി ഫ്രാങ്ക് വിത്ത് യു, ഇപ്പം റേഡിയോയിലായിരുന്നപ്പോഴത്തേക്ക് വി യൂസ് ടു ക്രിയേറ്റ് കോണ്ടന്റ്സ് എവറി സിംഗിൾ ഡേ. നമ്മൾ എല്ലാ ദിവസവും റേഡിയോയ്ക്ക് വേണ്ടിയുള്ള കോണ്ടന്റ്സ്, ഐ മീൻ ലൈക്ക് ലിറ്ററൽ റേഡിയോ കോണ്ടന്റ്സ്. ഇപ്പോൾ ഒരു സാധനം നമ്മൾ എടുക്കുന്നു, ഇന്ന് വേൾഡ് മദേഴ്സ് ഡേ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ലിങ്ക് പറയാൻ പോകുന്ന സമയത്ത് ഇന്ന് അമ്മമാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം, നിങ്ങളുടെ അമ്മമാർ ഇങ്ങനെയാണോ, എൻ്റെ അമ്മ ഇങ്ങനെയാണോ, ആ ഒരു ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്ന രീതി ഈസ് ഫ്രെയിമിങ് എ കോണ്ടന്റ്. പക്ഷേ ഈ റീൽസ് ഒക്കെ തുടങ്ങി ഹിറ്റ് ആവുന്ന സമയത്ത് ഐ വാസ് തിങ്കിങ് ലൈക്ക് ഓക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എന്തുമാത്രം എഫേർട്ട് ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ച് ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചാണ് ഇത് തുടങ്ങിയത് തന്നെ മെയിൻലി. ആൻഡ് ആ സമയത്ത് ഞാൻ കോമഡി കോണ്ടന്റ്സ് ഇട്ട് തുടങ്ങിയിരുന്നില്ല. ഐ യൂസ് ടു പുട്ട് റാൻഡം വീഡിയോസ്, അവിടെ ഇവിടെയൊക്കെ പോകുന്നതിൻ്റെ വീഡിയോസ് റാൻഡംലി. അതൊന്നും ഇപ്പോൾ ഇല്ല, ഞാൻ ഡിലീറ്റ് ചെയ്തതൊക്കെ. അതുകൊണ്ട് കിട്ടൂല. അപ്പോൾ അവിടെ ഇവിടെ പോകുന്നൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇടുമായിരുന്നു. എൻ്റെ അതിൻ്റെ കൂടെ മ്യൂസിക് മിക്സ് ചെയ്ത് ഇടുമായിരുന്നു. അപ്പം പിന്നെ ആ സമയത്ത് ഓൺ വോയിസ് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. കാരണം ടിക്ടോക്കിൽ നിന്ന് പോയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഇവിടെ റീൽസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. ആൻഡ് ദെൻ ഇപ്പുറത്ത് ഇത് തുടങ്ങിയ സമയത്ത് ആൾക്കാർക്ക് പെട്ടെന്ന് ഓൺ വോയിസ് കോണ്ടന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ദേ യൂസ് ടു എന്താ പറയുക, പഴയ ആൾക്കാരുടെ ഡബ് സ്മാഷിൻ്റെ സാധനം തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ വോയിസ് എടുത്തിട്ട് വീണ്ടും റീൽസിനകത്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം തന്നെ ഓൺ വോയിസ് കോണ്ടന്റാണ് കൊടുക്കുക. കാരണം നമുക്കൊന്നും വോയിസ് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, നമുക്ക് സംസാരിക്കാൻ എന്ത് ബുദ്ധിമുട്ട്, നമ്മൾ ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്താ ബുദ്ധിമുട്ട്, ഇതിലാണ് ഗൈസ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഐ ഫീൽ ഇനിഷ്യൽ ട്രാക്ഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു.
ആൻഡ് ദെൻ പീപ്പിൾ ഫെൽറ്റ് ലൈക്ക് ഈ ഒരു സാധനം പുതിയതാണ് അല്ലെങ്കിൽ ഈ ഒരു സാധനം കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് റിലേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഐ ഫെൽറ്റ് ഓക്കെ ലെറ്റ്സ് ഗിവ് പീപ്പിൾ കുറച്ച് റിലേറ്റബിൾ സാധനം തന്നെ വിച്ച് ദേ ഫീൽ അവർക്ക് തോന്നുന്നു. ആൻഡ് ദെൻ ഞാൻ അതിനെ കാറ്റഗറൈസ് ചെയ്ത് റിലേറ്റബിൾ എന്ത് ജോണറിൽ കൊടുക്കണം, ആൾക്കാർക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടും, ടു റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തീരെ കുറച്ച് റിലേറ്റബിൾ ആൾക്കാർ മനസ്സിലാക്കി എടുക്കും, അന്നൊരു ഫ്രെയിമിംഗ് ഉണ്ടാക്കിയെടുത്തത് ആ സമയത്താണ്. ആൻഡ് ദെൻ ദാറ്റ് ഓൾസോ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു സ്കെഡ്യൂൾ പോലെ ഉണ്ടാക്കി. തിങ്കൾ മുതൽ വെള്ളി വരെ എത്ര ദിവസം കോണ്ടന്റ് കൊടുക്കണം, ഏത് സമയത്ത് കോണ്ടന്റ് കൊടുക്കണം, ഈ സമയത്ത് വർക്ക് ആവുന്നുണ്ടോ, അതൊക്കെ എഴുതി ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത് കൊടുത്തു തുടങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ടു ടെൽ യു ദ ട്രൂത്ത് ഒരു 1.5-2 മാസം ഇതിൽ ഒരു വീഡിയോ പോലും വർക്കായിരുന്നില്ല. എല്ലാത്തിനും ഓരോ വീഡിയോ ഇടുമ്പോഴത്തേക്ക് 4, 5, 6, 7, 8, 10 ലൈക്കൊക്കെ വരുന്നുള്ളൂ. അതിലൊന്ന് എൻ്റെതും ഒന്ന് വിസ്മയുടേതും 2-3 കൂട്ടുകാരുടെ എന്തെങ്കിലും എല്ലാവർക്കും അറിയുന്ന കുറച്ച് ആൾക്കാരുടെ ലൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എക്സാക്ട്ലി അത് തന്നെയായിരുന്നു പരിപാടി. എന്ന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അത് പറയാന്നുള്ളതിനായിരുന്നു അവസ്ഥ. പക്ഷേ ഏതോ ഒരു വീഡിയോ ആയപ്പോഴത്തേക്ക് അതൊരു ട്രാക്ഷൻ പിടിച്ചു പോയി, കുറച്ചൊന്ന് പ്രൊഫൈലിനൊരു ട്രാക്ഷൻ കിട്ടി. പിന്നെ ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ്. കാരണം ആ ട്രാക്ഷൻ ഹുക്ക് കിട്ടി, ആ ട്രാക്ഷൻ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അടുത്ത ദിവസം ഞാൻ അടുത്ത കണ്ടന്റ് കൊടുത്തു, പട്ടപ്പട്ടപ്പട്ടപ്പട്ടയെന്ന് ഞാൻ കൊടുത്തോണ്ടിരുന്നു. അപ്പം ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇറ്റ് കെപ്റ്റ് മീ ഗോയിങ്. ആ ഒരു ട്രാക്ഷൻ പ്രൊഫൈലിന് വന്നു തുടങ്ങിയ സമയത്ത് ആ ട്രാക്ഷൻ കളയണ്ട എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നു. സോ ഐ കെപ്റ്റ് ഓൺ ഗിവിംഗ് ദ കോണ്ടന്റ്. അത് അങ്ങനെ തന്നെയാണ് ഇറ്റ് ബിക്കെയിം. പക്ഷേ ടു ഓഡിയൻസ് ഐ വിൽ ടെൽ യു സംതിങ്. ലൈക്ക് ഗോകുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഹി ഹാസ് ഗോട്ട് ഒരു വല്ലാത്തൊരു ബ്രെയിൻ ഉണ്ട്. അതായത് എന്ത് സാധനം എപ്പോൾ കൊടുക്കണം എന്നുള്ളൊരു ബോധം കറക്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് ഗൂഗിൾ എന്ന് ഞാൻ പറയും. കാരണം വൈ ഹി ഹാസ് fans irrespective of age, gender is because of his brain. I'll tell you frankly, because അത് ലൈക്ക് സി കോണ്ടന്റ് ഇറക്കാന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും കോണ്ടന്റ് ഇറക്കാമല്ലോ. പക്ഷേ ഇപ്പം നമ്മുടെ അമ്മമാർക്ക് കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അച്ഛന്മാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളെക്കാൾ ഇളയതായിട്ടുള്ള പിള്ളേർക്കും 2K കിഡ്സിനും ഒക്കെ എല്ലാവർക്കും അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. അത് ആ കണക്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടിരിക്കുക ആസ് ഓഡിയൻസ്, അതും ഇൻസ്റ്റഗ്രാം പോലുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു ഇച്ചിരി വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു സിൽവർ ലൈൻ എന്ന് ഞാൻ പറയപ്പെടുന്നൊരു സംഭവം. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന വളരെ കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഉള്ള ഒരാളാണ് ഗോകുൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പം കമ്മിങ് ടു ദാറ്റ് ഫാക്ടർ, ഈ കോണ്ടന്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ആൻഡ് ജെൻഡർ, ആ ഒരു സംഭവത്തിലോട്ട് ഞാൻ ലെറ്റ്സ് സേ അമ്മ ക്യാരക്ടർ കൊണ്ടുവരാം എന്ന് ഉള്ള ഒരു സംഭവം ജീവിതത്തിൽ നിന്ന് സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും ഈടുകൾ എടുത്ത് ചെയ്യുന്ന സംഭവം കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഇനി റാൻഡമായിട്ട് ചെയ്യുന്ന കാര്യം. കഴിഞ്ഞ ദിവസം ഗൂഗിളിൻ്റെ ഒരു ഇത് ഞാൻ കണ്ടു. വെൻ എൽഡർ സൺ ഒരു ട്രിപ്പിന് പോകുമ്പോൾ എന്തൊക്കെ വേണ്ടി വരും, ഒരു മോൾ അതേ സമയം പോകുമ്പോൾ, ഇത് ഞാൻ വീട്ടിലിങ്ങനെ എൻ്റെ വീട്ടിൽ ഞാനിത് കണ്ടു എന്നുള്ളതാണ് സത്യം. എനിക്കത് കുറേ ഞാൻ ചിരിച്ചു. ലൈക്ക് അതൊക്കെ ഒന്ന് ആലോചിച്ചു. എനിക്കും കണക്ട് ചെയ്യാൻ പറ്റും, അത് എൻ്റെ ചേട്ടനും കണക്ട് ചെയ്യാൻ പറ്റും, വീട്ടിലെ അമ്മയ്ക്ക് അച്ഛൻ എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സംഭവം കൊണ്ടുവരിക്കണം ഈ ഒരു ഓഡിയൻസ് റെസ്പെക്റ്റീവ് ഓഫ് എല്ലാവരും. അതെങ്ങനെയാണ് അതിൽ ഒരു സംഭവം പോയത് എങ്ങനെയാണ്? ഇതിൻ്റെ മെയിൻ സാധനം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ ആദ്യം കാണുന്നത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണ്. കാരണം എൻ്റെ അമ്മയും അച്ഛനും ബാക്കിയുള്ള ആൾക്കാരുടെ ഇത് ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയത്, ഞാൻ എന്തെങ്കിലും വേറൊരു കണ്ടന്റ് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇവർ ആദ്യം എന്നോട് ചോദിക്കും, എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത്, മാനമര്യാദ എന്തെങ്കിലും ചെയ്തൂടെ എന്നൊരു ചോദ്യം വരും എന്ന് എനിക്ക് തോന്നി. രണ്ടാമത്തേത്, ഐ ഫെൽറ്റ് ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത് കാണുകയാണ്, അമ്മയായിട്ട് റിലേറ്റഡ് കോണ്ടന്റ് ആണ് എങ്കിൽ അത് അവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പോർഷൻ പോലും പാടില്ല വേറെ ഹിസ് അമ്മ ഇസ് ലൈക്ക് അയ്യേ ഇത് എന്തിനാണ് നീ കാണുന്നത് എന്ന് തോന്നുന്ന ഒരു പോർഷൻ പോലും ആ കണ്ടന്റിൽ പാടില്ല എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ദ റീസൺ ഐ ക്രിയേറ്റ് ക്ലീൻ കോണ്ടന്റ്സ്. അപ്പം അങ്ങനത്തെ കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം, അച്ഛൻ അയച്ചു കൊടുക്കാം, മുത്തശ്ശിക്ക് അയച്ചു കൊടുക്കാം, ആർക്കാന്ന് വെച്ചാൽ അയച്ചു കൊടുക്കാം. അപ്പം അവിടെ എന്നെ സംബന്ധിച്ച് ഒരു ക്രിയേറ്റർ പെർസ്പെക്റ്റീവിൽ ഐ ഫീൽ ദർ ഇസ് എ വൈഡ് ഓഡിയൻസ് വിച്ച് ഐ ക്യാൻ ടാപ്പ്. ഞാനൊരു സിംഗിൾ ഓഡിയൻസിനെ ടാപ്പ് ചെയ്യുന്നില്ല. ചിലപ്പം നമ്മൾ കുറച്ചുകൂടെ ഞാൻ പറയുക, ഞാൻ വൾഗർ എന്നൊന്നും പറയുന്നില്ല, കുറച്ചുകൂടി അപ്പ് ആൻഡ് റണ്ണിങ് ആയിട്ടുള്ള കണ്ടന്റ്, നമ്മൾ ഔട്ട് ദെയർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഐ ബിലീവ് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസ് കുറച്ച് കുറവായിരിക്കും. കാരണം ആ ഓഡിയൻസ് ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും ഈ കണ്ടന്റ് എനിക്ക് പറ്റിയ കണ്ടന്റ് അല്ല എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് വളരെ കുറവായിരിക്കും. സോ വിത്ത് മൈ കോണ്ടന്റ്സ് ഐ വാണ്ടഡ് പീപ്പിൾ ടു ബി ലൈക്ക് ആസ് എൻ ഇത് ആർക്കാണെങ്കിലും കൺസ്യൂം ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. സോ ദാറ്റ് ഇതിൻ്റെ ഷെയറബിലിറ്റി കൂടുതലായിരിക്കും, ഇത് ആൾക്കാർ കാണുന്നതിൻ്റെ എന്തുമാത്രം റീച്ച് പോകുന്നുള്ള കൂടുതലായിരിക്കും. എന്താണെങ്കിലും അതിൻ്റെ ഒരു റീച്ചബിലിറ്റിക്ക് അനുസരിച്ചാണ് ഞാൻ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ദി ഓൺലി റീസൺ ഐ ക്രിയേറ്റ് മൈ കോണ്ടന്റ്സ് ഇൻ എ നീറ്റ് മാനർ. മേക്ക് സെൻസ്. പക്ഷെ അതേ സമയത്ത്
ഈ എപ്പോഴും ഈ പറയുന്ന ഏജ് ബൗണ്ടറീസ് ഇല്ലാണ്ട് ജെൻഡർ ബൗണ്ടറീസ് ഇല്ലാണ്ട് ഒരു സംഭവം ഇറക്കുക എന്ന് പറയുന്നത് ചാലഞ്ചിങ് ആയിരിക്കാം വളരെ അല്ലേ? വളരെ. എവിടെയൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ ഫേസ്? ഒരു തവണ ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു തവണ ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു അമ്മ ഇരുന്ന് മീൻ മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പം മേളിലൊരു കാക്ക ഇരുന്ന് വിളിക്കുന്നുണ്ട്. അപ്പം വേറൊരു ക്യാരക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് എന്തായാലും വീട്ടിൽ ഗസ്റ്റ് വരും. അപ്പം ഇത് അണ്ടർസ്റ്റുഡ് ആണ്, ഇതിൽ മനസ്സിലാവാൻ ടഫ് ഒന്നുമില്ല. അപ്പോൾ അതിനാണ് ഞാൻ ബാക്കിൽ പാട്ട് ഇടുന്നുണ്ട്, കദളിവാഴയിൽ നിന്ന് കാക്ക വിളിക്കുന്നതൊക്കെ പാട്ടൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഈ കോണ്ടന്റ് അങ്ങോട്ട് കയറിയില്ല. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് കയറാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് പിള്ളേരുടെ അടുത്തൊക്കെ ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്താ ഇത്? അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ നമുക്കിത് മനസ്സിലായില്ല, എന്താണ് ഇതേടെ ഉദ്ദേശിച്ചതെന്ന്. ഞാൻ പറഞ്ഞു എടാ വാഴയിലിരുന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഗസ്റ്റ് കാക്ക വിളിച്ച ഗസ്റ്റ് വരും എന്നറിയാം. ഇല്ല അറിയാൻ പാടില്ല, അങ്ങനെ അപ്പോൾ ഈ പുതിയ കാറ്റഗറി പിള്ളേർക്കൊന്നും അങ്ങനെ സാധനങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒരു സ്പൂൺ ഫീഡിങ് വേണ്ടി വരും. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങ് സ്പൂൺ ഫീഡ് ചെയ്യാണ്. അതായത് ആലോചിക്കാനുള്ള ഒരു ഗ്യാപ്പ് ആൾക്കാർക്ക് ആലോചിക്കാനുള്ള മനസ്സുമില്ല കേട്ടോ. നമ്മളിപ്പോൾ എവിടെ ആലോചിക്കാം, അവർ കാണുക ചിരിക്കുക അങ്ങ് വിട്ടുകള എന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ, അതിന് കൂടുതൽ സ്വൈപ്പ് അവേ അത്രേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ സ്പൂൺ ഫീഡ് ചെയ്ത് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവുന്നതാണ്. ആൻഡ് ദെൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ഇത് വർക്കാവില്ല, വർക്കാവണം എന്നില്ല എന്ന് പോലും ഞാൻ പറയുന്നില്ല, വർക്കാവില്ല. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചില കോണ്ടന്റ്സ് നമുക്ക് തോന്നും ഓ ഇത് സൂപ്പറാണ്, പക്ഷേ ഇത് കയറ്റി വിടുമ്പോഴത്തേക്ക് ആർക്കും ഒന്നും മനസ്സിലായി വിടില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ആൾക്കാരെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു എത്രയോ വീഡിയോസ് ഞാൻ എണ്ണം മറന്നു ഉണ്ടാക്കിയ കോണ്ടന്റ് ഇതിൻ്റെ അത്രയേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രൗഡായിട്ടുള്ള ഒരു കോണ്ടന്റ് ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഗൂഗിളിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോണ്ടന്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ പറയാണ്ട് ഇപ്പം തന്നെ, കാരണം അങ്ങനെയായിരുന്നു ഫോളോ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കാണുന്ന ഒരു ചാനലാണ് ഗൂഗിളിൻ്റെ എന്ന് പറയും. പക്ഷേ അതിൽ നിന്ന് ഒരെണ്ണം ഗൂഗിൾ പിക്ക് ചെയ്യാൻ അങ്ങനെ പ്രൗഡായിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ദാറ്റ് ഇത്രയും പേര് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഹാപ്പി ഓക്കെ, അത് ഇത്രയും പേര് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള സാധനം ചോദിക്കുകയാണെങ്കിൽ ഐ മൈറ്റ് സേ ഇപ്പോൾ റീസെൻ്റ്ലി എൽഡർ സിബ്ലിങ്ങിൻ്റെ കണ്ടന്റ് പറഞ്ഞത് അതൊരു വേറൊരു ഗ്രൂപ്പിന് വേണ്ടി എഡ്ജ് ഒപ്റ്റിക്കൽസിന് വേണ്ടി ചെയ്തൊരു ആഡും കൂടെ ആയിരുന്നു അത്. അപ്പം വാട്ട് ഹാപ്പൻഡ് ഈസ് എൻ്റെ പ്രൊഫൈലിൽ ഇന്നേ വരെ കയറിയിട്ടുള്ള കണ്ടന്റ്സിൽ 1.5 മണിക്കൂറിൽ മില്യൺ ഹിറ്റ് ചെയ്ത കണ്ടന്റാണത്. ഇറ്റ് ഹിറ്റ് മില്യൺ ഇൻ 1.5 hours. എൻ്റെ പ്രൊഫൈൽ അങ്ങനത്തെ കണ്ടന്റ് 1.5 hours മില്യൺ ഹിറ്റ്. അപ്പം എൻ്റെ പ്രൊഫൈൽ അങ്ങനെ കണ്ടന്റ് ഇല്ല. ആൻഡ് ദാറ്റ് ടു ഫോർ ആഡ് എങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ആക്സെപ്റ്റൻസ് ആണ്. കാരണം ആൾക്കാർ ഒരു പരസ്യമല്ലാത്ത പോലും അത് കണ്ടിങ്ങനെ അത് ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് തോന്നി. പിന്നെ വേറൊരു സംഭവം, പണ്ട് ഇത് കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ അമ്മ ടീച്ചറാണ്, ആക്ച്വലി അമ്മ ടീച്ചറാണ്. അപ്പം അമ്മയുടെ സ്കൂളിൽ ഒരു അമ്മയെടുത്തെന്ന് പറഞ്ഞു ടീച്ചർ ഗോകുലിൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി, നിൻ്റെ പേര് വെച്ച് എന്നെ അഡ്രസ്സ് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. സോ ദാറ്റ് റിയലി മെയ്ഡ് മീ ഭയങ്കര ഹാപ്പി. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിലും നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ് അല്ലേ? അപ്പം അത് അങ്ങനത്തെ ഒരു വീഡിയോ സെൻഡ് ചെയ്തപ്പോൾ ഞാൻ ഏത് വീഡിയോ എന്ന് പോലും അമ്മയോട് ചോദിച്ചില്ല, പക്ഷേ അങ്ങനത്തെ ഒരു വീഡിയോ ആരും അയച്ചു കൊടുത്ത് അമ്മയോട് ചോദിച്ചു. അപ്പം ദാറ്റ് മെയ്ഡ് മീ റിയലി ഹാപ്പി ആൻഡ് ഐ എം സ്റ്റിൽ പ്രൗഡ് ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ്. അത് സത്യം. കാരണം ഞാൻ ഇങ്ങനെ ആലോചിക്കും, കാരണം ഈ ആഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ ആഡ് ഏതാണെങ്കിൽ തന്നെയും ഇപ്പം എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ആഡ്സ് ചെയ്യാൻ വരും. ഓഫ് കോഴ്സ് കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആഡുകൾ ചെയ്യുന്നത്, ജീവിക്കണ്ടേ മാഷ് എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള സംഭവം. പക്ഷേ അതിനകത്ത് എനിക്ക് ഗൂഗിളിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഈ ആഡിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം സെബോളിൻ ചെയ്തു, അല്ലെ എന്തിൻ്റെ ഒരു സെബോൾ ഏത് സാധനം ചെയ്താലും അതിനകത്തൊരു ആഡ് ആണല്ലോ എന്ന് വിചാരിച്ച് സ്വൈപ്പ് അവേ ചെയ്യാണ്ട് ഇതിനെ കാണിക്കാനുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു സറ്റിൽനെസ് ഉണ്ട് ഗൂഗിളിൻ്റെ എല്ലാ ആഡ് റീൽസിനും. ഞാൻ ഒൺലി ഫോർ ആഡ് റീൽസ് ആണ് ഞാൻ പറയുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ ഇത് കൊണ്ടുണ്ട് ആ സറ്റിൽനെസ് കൊണ്ടുവരുന്നതിലും അല്ലെ ഒരു തീം കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം ആഡ് റീൽസ് ആണെങ്കിൽ അതൊരു പർട്ടിക്കുലർലി സംഭവം എങ്ങനെയാണ് അതിനെ ഒരു ഡിസിഷൻ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? ഇറ്റ്സ് എ വളരെ ടഫായിട്ട് ഡിസിഷനാണത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊരു ഫോളോവേഴ്സൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓൾറെഡി ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മീഡിയയ്ക്കും അറിയാം, നിൽക്കുന്ന ആൾക്കാർക്കറിയാം, കുറച്ചൊന്ന് ഫോളോവേഴ്സ് വന്നു തുടങ്ങുമ്പോഴത്തേക്ക് ബ്രാൻഡ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യും. നമ്മുടെ സാധനങ്ങൾ തരാം, നിങ്ങളത് ചെയ്യുമോ, നമ്മുടെ പൈസ തരാം, നിങ്ങളത് ചെയ്യുമോ. അപ്പം ഞാൻ ഇന്നേ വരെ ബൈ ഗോഡ്സ് ഗ്രേസ് ഇന്നേ വരെ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഒരു കോമഡി കോണ്ടന്റ് അല്ലാതെ ഞാൻ ഒരു രീതിയിലും ബ്രാൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴൊക്കെ ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ കോമഡി ചെയ്തിട്ട് ഒരു കോണ്ടന്റ് ചെയ്തിട്ടേ ഞാൻ ബ്രാൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുള്ളൂ. കഴിഞ്ഞ വർഷം ഓണം ആയ സമയത്ത് മിന്ത്ര അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ മിന്ത്ര വന്നപ്പോൾ അവർ പറഞ്ഞു
ദേ ആർ റെഡി ടു പേ, ദേ ആർ റെഡി ടു പേ ദ എമൗണ്ട് ഐ സേ. അവർക്ക് അത് കുഴപ്പമില്ല, പൈസ അവർക്ക് പ്രശ്നമല്ല. പക്ഷേ ദേ സെഡ് അവർക്ക് കോമഡി കോണ്ടന്റ് വേണ്ട, ഗൂഗിൾ വരണം, 3 ഡ്രസ്സ് എടുത്ത് ഞാൻ മിന്ത്രയിൽ നിന്ന് ഷോപ്പ് ചെയ്തു, ദിസ് ഓണം ഷോപ്പ് വിത്ത് മിന്ത്ര എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഐ സെഡ് നോ. കാരണം ഇത് വർക്കാവില്ല. ഇത് ഞാൻ നാളെ എൻ്റെ പ്രൊഫൈലിൽ ഇട്ട് കഴിഞ്ഞാൽ കോമഡി കാണാൻ വന്ന ആൾക്കാർ ഇവനിതെന്ത് തേങ്ങ ചെയ്യുന്നതെന്ന് എന്നോട് തന്നെ ചോദിക്കും. അപ്പം ആ സമയത്ത് ഐ സെഡ് നോ ബിക്കോസ് ഓഫ് മൈ എത്തിക്സ്. കാരണം എനിക്കറിയാം എൻ്റെ പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കോമഡി കാണാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നാളെ ഞാൻ അവർക്ക് ബ്രാൻഡിന് വേണ്ടി മാത്രം, ശരിയാണ് ബ്രാൻഡ് എടുത്തേ പറ്റുള്ളൂ, കാരണം ഈ പറഞ്ഞതുപോലെ ജീവിക്കണം, നമുക്ക് എല്ലാവർക്കും ജീവിക്കണം. അപ്പം ബ്രാൻഡ് എടുക്കാറുണ്ട്, പക്ഷേ അവിടെയും ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ സ്റ്റിക്ക് ഓൺ ടു മൈ മോറൽസ്, വിച്ച് ഈസ് ലൈക്ക് എനിക്ക് എൻ്റെ പേജിൽ കോമഡി കോണ്ടൻറ്റ്സ് പോയാൽ മതി. പീപ്പിൾ ഷുഡ് ഓൺലി സീ മൈ പേജ് ഫോർ ഒരു ചെറിയ സ്മൈൽ. ഐ എം നോട്ട് സേയിങ് പൊട്ടിച്ചിരിക്കാൻ വേണ്ടി അതിന് വേണ്ടി ആരും എൻ്റെ പേജ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കോണ്ടൻറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ചിരി, അത് മാത്രം മതി. ദാറ്റ്സ് ഓൾ ഐ വോണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഐ ഡോണ്ട് വോണ്ട് മൈ പേജ് ടു ബി ഒരു ഫാഷൻ ഇൻഫ്ലുവൻസറിൻ്റെ പേജായിട്ട് പോകാൻ എനിക്കൊരു താല്പര്യമില്ല. ഐ ടേക്ക് ആ ഡിസിഷൻ ഞാൻ എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല പൈസയ്ക്ക് വന്ന് ബ്രാൻഡ്സ് തരാം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേണ്ടെന്ന് പറയാൻ ഇറ്റ് ടേക്ക് സംതിങ്. ആൻഡ് ആ സംതിങ് അത് ഐ ട്രൂലി അപ്രീഷിയേറ്റ് യു ദാറ്റ്. ബിക്കോസ് ഞാൻ എന്താണ്, ആൾക്കാർ എന്നെ എങ്ങനെ അറിയപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് എനിക്ക് എത്ര ഞാൻ പറയുന്ന XXX എമൗണ്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും, ബിയോണ്ട് ദാറ്റ് ദർ ഇസ് സംതിങ് കോൾഡ് മൈ പ്രൊഫഷണലിസം ആൻഡ് വർക്ക്, ഒരു എത്തിക്സ് ടുവേർഡ്സ് മൈ വർക്ക് ദാറ്റ് ഐ എം ഡൂയിങ് ടു. സോ അത് കീപ്പ് അപ്പ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ചാലഞ്ച്. ബിക്കോസ് ഐ നോ എല്ലാവർക്കും ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. ഇറ്റ്സ് വെരി ട്രൂ. അപ്പം ഇതിനകത്ത് എനിക്ക് അവിടെയാണ് ചോദിക്കാനുള്ളത്. അപ്പം ഇപ്പം എന്നെ ഇതിൽ നിന്നൊക്കെ മറക്കും. ഞാൻ ആസ് എൻ ഓഡിയൻ, ഞാൻ ഗൂഗിളിൻ്റെ കോണ്ടന്റ് കാണുമ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ഗൂഗിളിനെ പറയാം. എനിക്കറിയാം ഗൂഗിളിന് ഇഷ്ടമായിരിക്കും ഗൂഗിളിൻ്റെ കോണ്ടന്റ് ഒക്കെ. പക്ഷേ എനിക്ക് ഹാവ് ഓൾ ലിബർട്ടി ടു സേ ഗുഡ്, ബാഡ്, അഗ്ലി, വയലൻസ്, വാട്ട് എവർ ടു യു, പോയിന്റിങ് ഔട്ട് ടു യു, സേയിങ് താൻ എന്ത് തേങ്ങ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ എന്തിനൊക്കെ ചെയ്യുന്നത്, എന്തിനൊക്കെ ചെയ്യുന്നതൊക്കെ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പല രീതിയിൽ ഹിറ്റ് ചെയ്യാം. അത് ഗൂഗിളിന് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ വളരെ ഈ പറയുന്ന അതേ പ്രൊഫഷണലിസം വെച്ചുകൊണ്ട് അതിന് കൊടുക്കുന്ന? ഐ ബിലീവ് ഇത് എല്ലാവർക്കും വരുന്നുണ്ട്. ഗേൾസിന് എന്തായാലും വരുന്നുണ്ടെന്നുള്ള കാര്യം ഔട്ട് ദെയർ ആണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ബോയ്സിനും വരുന്നുണ്ട്, എല്ലാവർക്കും വരുന്നുണ്ട്. ലൈക്ക് എവറി പേഴ്സൺ ഹൂ ഇസ് ദെയർ ഓൺ സോഷ്യൽ മീഡിയ മെസ്സേജ് വരും ഫ്രം സം അൺനോൺ പേഴ്സൺ, സം അത് എന്തായാലും മെസ്സേജ് വരും. പക്ഷേ ഞാനത് ഹാൻഡിൽ ചെയ്യുന്ന തുടക്ക സമയത്ത് ഐ വാസ് വെരി കൺസേൺഡ് ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത് പറയണതെന്ന്. അതായത് ചില മെസ്സേജ് റിക്വസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ആൾക്കാർ പച്ചത്തെറിയാണ് അവിടെ അയച്ചു വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് നമ്മൾ അത്ര വലിയ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സാധനം പോലും നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ സാധനങ്ങൾ ആൾക്കാർ മെസ്സേജ് അയച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഒരാളുടെ DM, അതായത് പുള്ളിക്കാരൻ അമ്മയ്ക്കും അച്ഛനും എല്ലാവരും നല്ല രീതിയിൽ തെറി പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറിയിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്തത് എന്താ പ്രശ്നം എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം പുള്ളിക്കാരൻ റിപ്ലൈ വന്നത്, ബ്രോ ഫാനാണ്, ഞാൻ റിപ്ലൈക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്, ബ്രോ റിപ്ലൈ ചെയ്തല്ലോ അത് മാത്രം മതി, മേളത്തെ മെസ്സേജ് സോറി കേട്ടോ ബ്രോൻ്റെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആ മെസ്സേജ് റിപ്ലൈ പോലും ചെയ്യാതെ ഞാനതിന് തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പം ഞാനത് ചെയ്യാറുണ്ട്. ഇപ്പോഴും DM നോക്കുകയാണെങ്കിൽ ഒരുപാട് മെസ്സേജ് അങ്ങനെ കിടപ്പുണ്ട്, നീ അതാണ്, നീ ഇതാണ്, നീ അങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ചിലപ്പോൾ കുറേ പേര് തെറി വിളിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കാം, പക്ഷേ ഇതിൽ കുറേ പേര് അല്ലാതെ ഈ അറ്റൻഷന് വേണ്ടി വിളിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ ആരെങ്കിലും, ഈ കാണുന്ന ആൾക്കാർ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇഫ് യു ആർ കമ്മിങ് ഔട്ട് ദെയർ ആൻഡ് ദെൻ ഇഫ് യു ആർ റെഡി ടു എന്താ പറയുക ഷോക്കേസ് യുവർ സെൽഫ് ഔട്ട് ദെയർ, ഉറപ്പിച്ചോ എന്തായാലും ആൾക്കാർ ഇതുപോലെ മെസ്സേജ് അയക്കും, ക്രിട്ടിസൈസ് ചെയ്യും. ആ ക്രിട്ടിസൈസത്തിന് ആ ഒരു ക്രിറ്റിസിസം നമ്മൾ ഏറ്റെടുക്കാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ റെഡി ആവണം, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ദെൻ ഇങ്ങനെ അയക്കുന്ന ആൾക്കാരായിരിക്കും മേജർ ആൾക്കാർ. ഇങ്ങനെ അയച്ച് നമുക്ക് മെസ്സേജ് അയച്ച് DMൽ ഇങ്ങനെ അയച്ചിടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കും. എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇഗ്നോർ ദം. എനിക്കതൊരു ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല. ഇഗ്നോർ ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടല്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് DM ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വിസ്മയക്ക് കൊടുക്കും. അപ്പോൾ വിസ്മയ ഈ തെറികളൊക്കെ വായിച്ചിട്ട് എടാ നീ ഇത് എങ്ങനെയാണ് കാണാതിരിക്കുക, ഞാൻ പറയും അങ്ങ് വിടുക, നമ്മളത് ബാധിക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങ് വിടുക. എന്നെ സംബന്ധിച്ച് അതിപ്പം ഞാൻ ഇഗ്നോർ ചെയ്യുന്നതാണ് എൻ്റെ മെയിൻ ഒരു രീതിയായിട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഐ നോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഇഗ്നോർ. ഒരുപാട് പേർക്ക് അത് ഇഗ്നോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചതും. കാരണം ഐ നോ ഫോർ എ ഫാക്ട് എസ്പെഷ്യലി ഹു ഹാസ് ദീസ് മെനി ഫോളോവേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ടല്ലോ. അപ്പം ഇപ്പം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് DM വരുന്നതെന്നെങ്കിലും വിചാരിക്കാം. വെൻ ഇറ്റ് കംസ് ടു വ്ളോഗേഴ്സ് ആൻഡ് ഓൾ, ഡെയിലി വ്ളോഗിങ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ചെയ്യുന്നവരുടെ കാര്യം ഞാൻ മിണ്ടുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈവ് കോമൻസ് ആണ്.
അല്ലേ, ഇൻ എ വേ ഞാൻ എപ്പോഴും പറയും നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ കമൻറ്റ് നിങ്ങൾക്ക് അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ദർ ഇസ് സംതിങ് ദാറ്റ് വി ഓൾ ഷുഡ് തിങ്ക് ആസ് ഓഡിയൻസ്. ചിലത് നമ്മൾ ഇപ്പുറത്ത് ഒന്ന് ടേബിളൊന്ന് ടേൺ അറൗണ്ട് യുവർ ടേബിൾസ് നമ്മൾ പറയില്ലേ, ദാറ്റ് എന്താണ് അവരുടെ ഒരു അവസ്ഥ. അതായത് നമുക്ക് വേണ്ടി നമുക്ക് കാണാൻ വേണ്ടി അവരെന്നും എന്ന് പറഞ്ഞ പോലെ കോണ്ടന്റുകൾ ഇറക്കുകയാണ്. അങ്ങനെ ഇറക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും അവരുടെ കേപ്പബിലിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് കൂടിയും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ വെൻ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ദിസ് ചാനൽ ആസ് എൻ ഇൻ്റർവ്യൂവർ, ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഇറ്റ്. അപ്പം ഞാൻ എല്ലായിടത്തും പറയുന്നൊരു സംഭവമുണ്ട്. ഈവൻ ഞാൻ എൻ്റെ യൂട്യൂബ് എൻ്റെ ബയോ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അഥവാ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് കമൻറ്റ് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കൂ സെയിങ് വാട്ട് ഹാപ്പൻ, എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ജെനുവിൻ ക്രിറ്റിസിസം എന്ന് പറയുന്ന സാധനം ഐ ഓൾവേസ് വെൽക്കം, ബിക്കോസ് ഐ എം ജസ്റ്റ് എ ബിഗിനർ എന്നുള്ള സംഭവം ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നൊരു സംഭവമാണ്. പക്ഷേ അതിലുപരി, അതായത് ഈ പറയുന്ന പോലെ ഒരു അറ്റൻഷൻ കിട്ടി സംഭവം ഇതിലോട്ട് എത്തിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ബ്രോ ഞാൻ മെസ്സേജ് അയച്ചത് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നിങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. അതൊന്നൊന്ന് ചിന്തിച്ച് ഇപ്പുറത്തോട്ട് നമ്മൾ ചിന്തിച്ച് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവസ്ഥ. മുമ്പേയും കൂടെ ഞാനിങ്ങനെ സംസാരിച്ചു പറയുമായിരുന്നു, എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയിട്ട് കോണ്ടന്റ് ഇറക്കുകയാണ്. ഈ എന്നും ഇറക്കുമ്പം നമ്മുടെ ഇന്നത്തെ മാനസികാവസ്ഥ ആയിരിക്കില്ല നാളത്തെ മാനസികാവസ്ഥ. അതൊന്നും ഇനി ഞാൻ ഈ സിനിമ കാണാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് അതിനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കാണുന്ന ഡയറക്ടർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്, പക്ഷേ അവൻ ഇറക്കി വെച്ചിങ്ങനെയാന്ന് പറഞ്ഞതിന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളൊന്നും അറ്റ് ദി എൻഡ് ദേ ആർ ഓൾസോ ഹ്യൂമൻസ് എന്ന് ഉള്ള ഒരു സംഭവം, ബേസിക് മാനുഷിക പരിഗണന കൊടുക്കുക എന്ന് പറയുന്നത് ബേസിക് സാധനം. കൂടുതലൊന്നും നിങ്ങൾ എന്തിരുന്നപ്പോഴാണ് മെസ്സ് അങ്ങനെ കണ്ടന്റ് ചെയ്തേ എന്നൊക്കെ ചോദിച്ചൊന്നും ചെയ്യണ്ട. എനിക്ക് ഈ സാധനം വർക്കായില്ല. ഇപ്പം മുമ്പേ എക്സാമ്പിൾ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ എനിക്ക് കദളിവാഴ എനിക്ക് വർക്കായില്ല ചേട്ടാ എന്ന് പറയുന്നത് ബിക്കോസ് എന്താ കദളിവാഴ, എന്താ കാക്കയും എന്താ പാട്ടെന്താ ബന്ധം എന്നറിയില്ല. അതിന് മേക്ക് സെൻസ്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. നമ്മളിപ്പോൾ ഒരു കോണ്ടന്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന സാധനം അതാണല്ലോ. ബ്രോ നിങ്ങൾ ചെയ്ത ഈ സാധനത്തിൽ എനിക്ക് ഇത് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ എന്നാൽ നമുക്കത് ശരിയാക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അല്ലാതെ തുടങ്ങുമ്പോൾ തന്നെ മലയാളത്തിലെ അക്ഷരങ്ങൾ വെച്ച് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അഡ്രസ് ചെയ്യാം. അത് ഇറ്റ്സ് വെരി ട്രൂ. ഐ ജസ്റ്റ് വോണ്ട് ടു അഡ്രസ് ഇറ്റ് ഔട്ട് സോ ദാറ്റ് ആ ഒരു എയർ ക്ലിയർ ആയി തന്നെ നമുക്ക് എപ്പോഴും എല്ലാവരും തുടക്കം എന്നുള്ളതല്ല, എല്ലാവരും ഇതും കാരണം യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം പോലുള്ളൊരു സെലിബ്രേറ്റഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കറൻ്റ്ലി ഇന്ന് നമുക്ക് വേൾഡ് വേറെ മറ്റൊന്നുമില്ല ഇത്രത്തോളം അത്രയും സക്സസ്ഫുള്ളി ഇതായിട്ട് നിൽക്കുന്ന ഒരു 2 പ്ലാറ്റ്ഫോംസാണ്. അപ്പം അതിന് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 പ്ലാറ്റ്ഫോംസാണ് വെൻ ഇറ്റ് കംസ് ടു കോൺഗ്രേഷൻ വർക്ക് എല്ലാം. ആൻഡ് പോസ്റ്റ് കോവിഡ് വി ഓൾ നോ ഹൗ many people have entered into the field of content creation and how beautifully they are doing, amazingly they are making out content, each and everyone for all of us. അപ്പം അതുകൊണ്ട് പക്ഷേ ഇതിനകത്ത് ഇനി അടുത്ത വേറൊരു സംഭവം ഞാൻ മുമ്പേ ജസ്റ്റ് മെൻഷൻ ചെയ്ത പോലെ ഇമ്പൾസീവ് കോമെൻറ്റ്സ് വെൻ ഇറ്റ് കംസ് ടു നല്ല കോമെന്റ്സ് കൊടുക്കുന്ന കണക്ഷന് വേണ്ടിയിട്ട്. എക്സാക്ട്ലി. അത് പറയുമ്പോൾ തന്നെ ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം. ഒരാളെ നമുക്ക് ഒരു കോണ്ടന്റ് നമുക്ക് ഇഷ്ടപ്പെടും. മീരയുടെ ഈ ഇന്റർവ്യൂ കണ്ട് മീരയുടെ പ്രൊഫൈൽ എടുത്ത് മീരയ്ക്ക് മെസ്സേജ് അയക്കുക, ഹേ മീര യു ഡൂയിങ് എ റിയലി ഗ്രേറ്റ് ജോബ് എന്ന് മെസ്സേജ് അയക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്ക് I give a really big shout out കാരണം it takes a huge അല്ലേ, അത് ഭയങ്കര എഫേർട്ടാണ്. അങ്ങനെ എഫേർട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ അവരെടുത്ത് നമുക്കൊരു മെസ്സേജ് അയക്കാൻ എടുക്കുന്നത് തോന്നലെടുക്കുക. അത് ഭയങ്കര. അതുകൊണ്ട് ഐ മേക്ക് ഷുവർ ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ ഒരുപാട് DM ഞാൻ റിപ്ലൈ ചെയ്ത് ചെറിയൊരു ഹാർട്ട് ആണെങ്കിൽ പോലും ഐ മേക്ക് ഷുവർ ഐ റിപ്ലൈ. കാരണം ദേ ആർ ടേക്കിംഗ് ദ ടൈം ടു റിപ്ലൈ. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ. കാരണം ഞാൻ ഗൂഗിളിനെ പേഴ്സണലി അറിയുന്നതിന് മുൻപേ ആണെങ്കിലും നേരത്തെ ആയിരുന്നെങ്കിൽ പോലും ഞാൻ ഞാൻ ചില റീലുകളുടെ സ്റ്റോറി ആയിട്ട് ഇടുന്നത് മാത്രമായിരിക്കും ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഗൂഗിൾ ചുമ്മാ ചിരിച്ച് നമ്മളിടുന്ന ഞാനൊന്നും ചെയ്യുന്നില്ല, ചിരിയായിരിക്കും, 2 ചിരിയുടെ സ്മൈലി ആയിരിക്കും ഇടുന്നത്. അതിന് പോലും തിരിച്ച് ഗൂഗിൾ വേണമെങ്കിൽ ചിരിച്ചോണ്ട് റിപ്ലൈ അയക്കും. അപ്പം അപ്പം ഞാൻ വെറുതെ ഇത്രയും ലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ളൊരു മനുഷ്യൻ ഈ ഇതൊക്കെ കാണേണ്ട. ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ പ്രൈമറി 1 ജനറൽ 1 എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേറെ അത് ഞങ്ങൾ പോകുന്നില്ല. അത് ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറീസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഇതൊക്കെ എന്താവശ്യമാണ് ഗൂഗിളിന് റിപ്ലൈ തരേണ്ടത്? ഞാൻ ഇപ്പം ആ ഒരു സമയം എഫേർട്ട് എടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം വെൻ എ കോണ്ടന്റ് ക്രിയേറ്റർ ഇസ് ആക്ച്വലി ഡൂയിങ് ദാറ്റ്, വെൻ എ വ്ളോഗർ ഇസ് ആക്ച്വലി ഡൂയിങ് ദാറ്റ്, വലിയൊരു കാര്യമാണ് അവരുടെ സൈഡിൽ നിന്ന്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഓഡിയൻസ് നിങ്ങളുടെ ഓരോ കമൻറ്റ് തരുന്നതും
ഭയങ്കര സന്തോഷമാണ് നമുക്ക് തരുന്നത്. കാരണം നമ്മൾ ഓരോ കോണ്ടന്റ് ഇറക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വർക്കാവോ, ഇത് അവർക്ക് കൊള്ളുമോ, ഇത് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് കൊള്ളുമോ. കാരണം 150 ചിന്തകൾ ചിന്തിച്ചേ അവർക്ക് ഇടാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇങ്ങനെ തമ്മിൽ ഇടുകയാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുമോ. ഇപ്പം ഗോകുലൊക്കെ അതൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ട് ഇടുന്ന ഒരു വ്യക്തിയും കൂടി. ഇപ്പം ഞാൻ സത്യം വേണം, ഞാൻ ഇപ്പോഴും എൻ്റെ വീഡിയോ, ഇപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇറക്കിയല്ലോ, ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഒരു മിണ്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഫസ്റ്റ് വരുന്ന കമന്റ് ഏതാണെന്ന് ഞാൻ നോക്കും. അപ്പോൾ ഫസ്റ്റ് വരുന്ന കമന്റ് ബ്രോ ഇത് കൊള്ളാം എന്ന് വരുമ്പോഴായിരിക്കും എനിക്കൊരു സമാധാനം. കാരണം ഒരാൾക്കെങ്കിലും ഇതൊരു, അപ്പോൾ അത്രയും പേടിച്ചാണ് നമ്മളും ഈ കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത്. കാരണം നമുക്ക് തോന്നുമോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ, അത്രയും ആലോചിച്ചാണ് നമ്മൾ ഓരോ സാധനം ക്യൂറേറ്റ് ചെയ്ത് അങ്ങോട്ട് തരുന്നത്. അപ്പം നിങ്ങൾ തരുന്ന ലവ് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും തിരിച്ചു തരുന്നത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നില്ല ഇത് ആസ് സിമ്പിൾ ആസ് ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ഉള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ വെർച്വലി കാണുന്നുള്ളതെന്നേ ഉള്ളൂ. അറ്റ് ദി എൻഡ് നമ്മൾ 2 സൈഡിലിരിക്കുന്ന 2 ഹ്യൂമൻസ് ആണ് അല്ലേ. അപ്പം അത്ര എളുപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിലും ഒക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഒരു കോണ്ടന്റ് ക്രിയേഷനിലോട്ടും വ്ളോഗിങ്ങിലോട്ടും ഒക്കെ വരുന്ന സമയം. ഇറ്റ്സ് ആസ് ഈസി ആസ് ദാറ്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇന്നുണ്ടല്ലോ എത്ര മറ്റേ ശിബുദിനം എന്ന് പറയുന്ന കൊച്ചു പോലും ഇന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ഐ സോ ലൈക്ക് വിദ്യാ ബാലൻ ഡൂയിങ് ദാറ്റ് ബോയ്സ് വൺ റീൽ. അത് അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആവണം. അപ്പം താഴെ വരുന്ന വിദ്യാബാലൻ്റെ ആ റീലിന് താഴെ വരുന്ന ജിയുടെ വരുന്ന കോമെന്റ്സ് ഇതൊക്കെയാണ്. ഇത് മലയാളികളുണ്ടോ, ഇവിടെ വരെ എത്തിയോ നമ്മുടെ ഷിബുമോൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം സീ ദ വേ ലൈക്ക് പീപ്പിൾ, ഈവൻ എ കിഡ് ഇസ് ഇൻഫ്ലുവൻസിങ് അതർ പീപ്പിൾ, നോ. സോ ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ലൈക്ക് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ് വെൻ സേ ഇൻസ്റ്റഗ്രാം, വാട്ട് എവർ ഇറ്റ് ഇസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ് ഔട്ട് ദെയർ ആൻഡ് വി ക്യാൻ ഹാപ്പിലി പ്രൊഡക്റ്റീവ്ലി യൂസ് ദിസ് പ്ലാറ്റ്ഫോംസ്. അപ്പം നമുക്കും കോമൻറ്റ്സ് അങ്ങനെ അധികം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും കുറേ അധികം കോണ്ടന്റുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോണ്ടന്റുകൾ നമുക്ക് പുറത്തോട്ടിടാനും നമുക്ക് അത്രയധികം ആഗ്രഹമുള്ളൊരു ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനും തോന്നിയിട്ടൊക്കെ ഉള്ളത്. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊരു നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതുന്നു. കാരണം ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് അത് ഓക്കെ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡിലീറ്റ് ചെയ്താൽ വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള സമയം, നമുക്ക് തോന്നുന്നത് നമ്മുടെ ഓഡിയൻസ് ഇന്ന സമയത്ത് ആക്റ്റീവാണ്. ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെക്കുക. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ട്. അപ്പോൾ അവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങൾ കേൾക്കാൻ വേണ്ടിയുള്ള ഓഡിയൻസാണ്. വലിയ ആഗ്രഹങ്ങൾ വെച്ചാലേ നമുക്ക് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ, മനസ്സിലായില്ലേ?